ഹലോ, നമസ്കാരം. എക്സാലോജിക് കേസിൽ സ്വന്തമായി വക്കീലാഫീസുള്ള മാത്യു കുഴൽനാടനെ സുപ്രീം കോടതി കണ്ടം വഴി ഓടിച്ച വാർത്ത നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആരോപണം ഉന്നയിച്ച് അത് മുഖ്യമന്ത്രിയിലേക്ക് എത്തിച്ച് മുഖ്യമന്ത്രിയെ പ്രതിസ്ഥാനത്ത് നിർത്തി അന്വേഷണം മുഖ്യമന്ത്രിയിലേക്കും കൂടി എത്തിക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള രാഷ്ട്രീയ നാടകത്തിൻ്റെ തിരക്കഥയാണ് ഇന്ന് സുപ്രീം കോടതി എടുത്ത് തോട്ടിലെറിഞ്ഞിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ട് മാത്യു കുഴൽനാടൻ ആദ്യം മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയെ സമീപിച്ചു. അതിനുശേഷം തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമീപിച്ചു. അതും കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയി. ഈ 3 കോടതികളും തെളിവിൻ്റെ ഒരു അംശമില്ലാന്നും പറഞ്ഞ് ഈ കേസ് ഈ മാത്യു കുഴൽനാടൻ്റെ ഹർജി തള്ളുകയാണ് ചെയ്തത്. അവസാനം ഇതാ സുപ്രീം കോടതിയും ആ ഹർജി തള്ളി. സുപ്രീം കോടതിയും പറഞ്ഞത് ഇതിൽ തെളിവൊന്നുമില്ല, ഇത്തരം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കോടതിയെ ഉപയോഗിക്കരുത്, വല്ലാതെ കളിച്ചാൽ ഈ 10 ലക്ഷം രൂപ വരെ പിഴ ഈടാക്കുമെന്ന് മാത്യു കുഴൽനാടനോട് സുപ്രീം കോടതി ഇന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ എങ്ങനെ A4 ഷീറ്റുകൾ പൊക്കി പിടിച്ചിട്ട് ഇത് മുഴുവൻ തെളിവാണെന്നും പറഞ്ഞ് വാർത്താ സമ്മേളനം നടത്തിയിരുന്ന മാത്യു കുഴൽനാടനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്നിട്ട് ആ തെളിവുകളൊന്നും ഈ പറയപ്പെട്ട ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള 4 കോടതികൾ ഈ തെളിവുകളൊന്നും മുകളിലേക്ക് എടുത്തില്ല എന്നുള്ളതാണ് സത്യം. ഒന്ന് ആലോചിച്ച് നോക്കണം. വെറുതെയാണോ പിണറായി വിജയൻ ഇതൊന്നും കേട്ടിട്ട് ഒരു കുലുക്കോ ഇല്ലാതെ ഇതിനൊന്നും ഒരു പുല്ല് വില പോലും കൊടുക്കാതെ മൂപ്പരിങ്ങനെ നടന്നു പോയത് വെറുതെയാണോ? എന്തെല്ലാം ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചത്, ഏതൊക്കെ തരത്തിലുള്ള അധിക്ഷേപങ്ങളാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെ ഉന്നയിച്ചത്. മാധ്യമങ്ങൾ എത്ര ദിവസം ആഴ്ചകളോളാണ് ഈ ഒരു ഉണ്ടയില്ല വെടിയും കൈ പിടിച്ചുകൊണ്ട് ചർച്ച നടത്തിയത്. അപ്പുറത്ത് പിണറായി വിജയനായതുകൊണ്ട് അതിനൊരു മാർക്കറ്റിംഗ് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ മാധ്യമങ്ങൾ അവരുടെ പണി അവർ വൃത്തിക്കെടുത്തു. അവരതുവഴി അവരുടെ മാർക്കറ്റിംഗ് നടത്തുകയും ചെയ്തു. ഇതെല്ലാം ചെറിയൊരു വിഭാഗം ആളുകൾ ഇതെല്ലാം വിശ്വസിക്കുകയും ചെയ്യുന്നുള്ള സത്യമാണ്. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഉള്ള ഒരു കുറച്ച് ആളുകളെങ്കിലും ഈ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റിയെന്ന് അവരെല്ലാം ഇത്തരം പ്രചരണങ്ങൾ കാരണം തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റി എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അവർക്കെല്ലാം ഇനിയെങ്കിലും വസ്തുതകൾ ബോധ്യപ്പെടും എന്ന് പ്രതീക്ഷിക്കുകയാണ്. മാത്യു കുഴൽനാടനോട് ഒന്നേ പറയാനുള്ളൂ, മാത്യു കുഴൽനാട ഒളിപ്പില്ലവർ മുങ്ങിക്കുളിച്ച കുളത്തിലിറങ്ങിയിട്ട് ഒന്ന് മുങ്ങിക്കുളിക്കുകയെങ്കിലും ചെയ്യുക. അതുവഴിയെങ്കിലും കുറച്ചെങ്കിലും ഉളുപ്പ് താങ്കൾക്ക് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.